സൂസൻ മെസ്സേജിൻ്റെ പുതിയ വീഡിയോയിലെ അവർക്ക് ഒരിക്കൽ സ്വാഗതം. ഒരു ദിവസം ഞാനിതുപോലെ കുറച്ചൊരു 3-4 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലിങ്ങനെ രാവിലെ 10 മണിയായപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അടുക്കളയിൽ. ഇങ്ങനെ അടുക്കള നമുക്കറിയാമല്ലോ, വീട്ടിൽ ചെയ്യുന്ന ജോലി, അടുക്കള ജോലി ചെയ്യുന്ന അമ്മമാർക്കറിയാം. ഇങ്ങനെ വട്ടം കറങ്ങുക, അങ്ങേ അലമാരി ഒന്നെടുത്ത് ഇങ്ങനെ അലമാരി ഇങ്ങനെ വട്ടം കറങ്ങുക. ഞാൻ വട്ടം കറങ്ങി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുറ്റിനും ആരോ ഒരാൾ നടക്കുന്നുണ്ട്. എൻ്റെ ചുറ്റിനും ആരോ ഒരാൾ നടക്കുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കലും, മനുഷ്യല്ല, ദൈവദൂതനാണ് നടന്നത്. എൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുക. ഞാൻ വട്ടം കിടക്കുന്നതിനനുസരിച്ച് പുള്ളി ഇങ്ങനെ നടക്കുക. നടന്നിട്ട് എന്നോട് പറയുക, എന്താണ് പറയുന്നത് ചോദിച്ചാൽ, സ്വന്തമെന്ന് ചൊല്ലുവാൻ ഒന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. എന്നോട് പറയുക, സ്വന്തമെന്ന് ചൊല്ലുവാൻ ഒന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. എന്നോട് പറയുക. പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി സ്ഥലം കാലിയാക്കി. അപ്പം ഞാൻ വിചാരിച്ചു, എത്ര എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എത്ര ക്ലിയറായിട്ടാണ് ഒരു മനുഷ്യനിങ്ങനെ പറയാൻ കഴിയുമോ? സ്വന്തമായി ഒന്നുമില്ല, സ്വന്തമായിരുന്നവരെ ഇന്ന് ബന്ധുവായില്ല. അതെ, എൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഞാൻ കിടങ്ങന്നൂർ, ആറന്മുളയ്ക്കടുത്ത് കിടങ്ങന്നൂർ എന്ന് പറയും. എൻ്റെ പേര് സൂസൻ എന്നാണെങ്കിലും ഞാൻ കിടങ്ങന്നൂർ ചെല്ലുമ്പോൾ എന്നെ വിളിക്കും പണിതിട്ടേ എന്ന് വിളിക്കും. ഞങ്ങളുടെ കുടുംബ പേരാണ്, പണിതിട്ട എന്ന് വിളിക്കും. ഞങ്ങളുടെ അടിവേര് തിരക്കി സോഴ്സ് തിരക്കി ചെന്ന് അങ്ങ് മാളിയേക്കൽ കുടുംബത്തിൽ ചെല്ലും. എൻ്റെ വല്യപ്പൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ജന്മിയായിരുന്നു. വലിയ ഒരുപാട് സ്ഥലവും പിന്നെ നീളവും, അന്നത്തെ കാലത്തെ വലിയ 5 മുറിയിലൊരു വലിയ വീടും ചുറ്റുമതിലും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ മൂത്ത മോനായിരുന്നു എൻ്റെ ഫാദർ എന്ന് പറയാം. അപ്പനൊക്കെ 4 ആണുങ്ങളായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത മോനായിരുന്നു എൻ്റെ അപ്പന്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മാറ്റപ്പെട്ടു പോയി. ഞാൻ 6 മക്കളായിരുന്നു. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ബ്രദർ മരിച്ചു പോയി. അങ്ങനെ എൻ്റെ അപ്പന് 3 അനിയന്മാർ. അതിലൊരാൾ എൻജിനീയറായിരുന്നു, ഒറീസ ബോളാനിയിലായിരുന്നു. ഈ 2018 മരിച്ചുപോയി. ഒരാൾ ഗൾഫിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂത്ത അപ്പൻ്റെ മക്കളായിട്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ക്യാൻസർ രോഗത്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കടന്ന്, ആകെ ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് 28 ദിവസമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ച് ഡെഡ് ബോഡിയെ കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കന്ന് 1 ഏക്കർ വസ്തുവുണ്ട്. പിന്നെ അപ്പോൾ ഈ പിതാവ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഉപ്പാവന്മാർ നല്ല സഹായം, അവർ സാമ്പത്തികമായും അല്ലാതെയെല്ലാം ഞങ്ങളെ നല്ലപോലെ സഹായിച്ചു. അങ്ങനെ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓടിട്ട വീടും പണിതു. അങ്ങനെ 1 ഏക്കർ വസ്തു എടുത്ത ആദായമൊക്കെ ഉണ്ട്. ഉപ്പാവന്മാരുടെ സഹായമുണ്ട്. അവിടെ നിന്ന് നിലം കൃഷിയുണ്ട്. നെല്ലായാലും കപ്പയായാലും വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ കിട്ടിയിരിക്കുക. ഉപ്പാവന്മാർ വരുമ്പോഴായാലും ഡ്രസ്സായാലും എല്ലാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വന്നപ്പോൾ എൻ്റെ ചേച്ചി എന്ന് പറയുന്ന കുടുംബത്തിൽ ആദ്യം ഉണ്ടായ ഒരു പെണ്ണാണ്. അവളൊരു പഠിച്ചിട്ട് മദ്രാസിൽ ചെന്ന സമയത്ത് എൻ്റെ ആങ്ങളെ അവിടെ ജോലി അതിനും കിട്ടിയതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനന്ന് എനിക്ക് 8-9 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇവളെ പെട്ടെന്ന് കല്യാണം കഴിച്ചത് എൻ്റെ അപ്പൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര നാണം കേടായിപ്പോയി എന്നും പറഞ്ഞ് അവർ ഈ അപ്പനില്ലാത്ത ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. അവർ കരിയാപ്പില പോലെ ഞങ്ങളെ അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പൻ്റെ വീട്ടുകാരോട് സഹകരണമില്ലാതായി. അവർ ഞങ്ങൾക്കൊന്നും തരാറായി, ഞങ്ങളെ നോക്കാതെ അന്വേഷിക്കാതെ. ഞങ്ങൾ പിന്നെ അനാഥ ബാല്യം ഞങ്ങളിങ്ങനെ ജീവിച്ച് പിന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ വീട് വെച്ച് തന്നു. ഉപ്പാപ്പനൊക്കെ ഓടിട്ട വീടൊക്കെ പണിത് തന്നു. അങ്ങനെ എനിക്കൊരു 17 വയസ്സായപ്പോൾ എന്നെ 1 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു, അത് വിറ്റ് എന്നെ വിവാഹമൊക്കെ നടത്തി. ഇങ്ങനെ കൊച്ചമ്മ മരിച്ചപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങളുള്ള 2017 ഞാനവിടെ ശവാടക്കിന് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ഞാൻ പറയാം, അപ്പൻ്റെ വീട്ടുകാർ ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ കഴിഞ്ഞിടയ്ക്കൊന്ന് പോയായിരുന്നു എൻ്റെ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഞാൻ അവിടെയൊക്കെ പോയി. എൻ്റെ ഒരാങ്ങളെ കണ്ടോളൂ, മറ്റുള്ളവരൊക്കെ വിദേശത്താണ്, കാണാൻ കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ 2 മണിക്ക് എൻ്റെ ഒരു ബ്രദറിനെ, പാപ്പൻ്റെ മോനെ ഞാൻ വിളിച്ചു. എൻ്റെ ആങ്ങളമാർ ഇപ്പം ജീവിച്ചിരിപ്പില്ല. എനിക്ക് 2 ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, തള്ളപ്പെട്ട ഈ ഒരു ജീവിതം. അതാണ് ഹോളി സ്പിരിറ്റ് വന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? സ്വന്തമെന്ന് ചൊല്ലുവാൻ ഒന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. ഞാൻ അതിനോട് റിയാക്റ്റ് ചെയ്തു. അതാണ്. അപ്പോൾ ആർക്കറിയാൻ പറ്റും എൻ്റെ ഹിസ്റ്ററി? ഹോളി സ്പിരിറ്റിനല്ലാതെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് വന്ന് നിൻ്റെ സ്വന്തമായിരുന്നു ഇപ്പം നിനക്ക് സ്വന്തമായിട്ടില്ലെന്ന്? പറയാൻ പറ്റത്തില്ല. അതാണ്. അപ്പം നമ്മുടെ ഹൃദയങ്ങളെ അതിനെ ചോദന ചെയ്യുന്ന നമ്മുടെ ദൈവം, ഞങ്ങളുടെ ഉള്ളറിയുന്ന നമ്മുടെ ദൈവം
ആ ദൈവമാണ് നമുക്കെപ്പോഴും കാവലും കോട്ടയും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പാട്ട് ജനിക്കുന്ന ഓരോ വഴിയെ ഈ ഒരു പാട്ട് ജനിച്ചത് ഈ ഒരു 2 വരിയിൽ നിന്നാണ്. എന്താണ് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞത്? സ്വന്തമായി ഒന്നുമില്ല, സ്വന്തമായിരുന്നവരൊന്നും ബന്ധുവായില്ല. ആ 2 വരിയിൽ നിന്നാണ് ഈ പാട്ടിൻ്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനോട് അങ്ങനെ റിയാക്ട് ചെയ്തു. അത് ഒരു പാട്ടായിട്ട് തീരുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കേട്ട് നോക്കാം. അപ്പം ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. സ്വന്തമായിരുന്നവർ കൈവിടിഞ്ഞാലും, സ്വന്തമായതെല്ലാം നഷ്ടമായാലും, സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്തവനല്ലേ നീ. നിൻ ദിവ്യ രക്തമല്ലേ എൻ സിരകളിലൂടെ ഓടുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കും പുണ്യാഹരക്തം എന്നോട് സംസാരിക്കും. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. സ്വന്തമായിരുന്നവർ കൈവിടിഞ്ഞാലും, സ്വന്തമായതെല്ലാം നഷ്ടമായാലും, സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്തവനല്ലേ നീ. നിൻ ദിവ്യ രക്തമല്ലേ എൻ സിരകളിലൂടെ ഓടുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കും പുണ്യാഹരക്തം എന്നോട് സംസാരിക്കും. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തവനെ, സന്തതം നിന്നിൽ ചാരുന്നു. എൻ്റെ സങ്കടമെല്ലാം മായ്ക്കണമേ, വല്ലടമെല്ലാം ഓർക്കണമേ. അറിവില്ലായ്മയുടെ കാലങ്ങളിലെ അരുതാഴ്മകൾ ക്ഷമിക്കണമേ. സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തവനെ, സന്തതം നിന്നിൽ ചാരുന്നു. എൻ്റെ സങ്കടമെല്ലാം കേൾക്കണമേ, സങ്കടമെല്ലാം ഓർക്കണമേ. അറിവില്ലായ്മയുടെ കാലങ്ങളിലെ അരുതാഴ്മകൾ ക്ഷമിക്കണമേ. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. സ്വന്തമായിരുന്നവർ കൈവിടിഞ്ഞാലും, സ്വന്തമായതെല്ലാം നഷ്ടമായാലും, സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്തവനല്ലേ നീ. നിൻ ദിവ്യ രക്തമല്ലേ എൻ സിരകളിലൂടെ ഓടുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കും പുണ്യാഹരക്തം എന്നോട് സംസാരിക്കും. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. ഈ ലോകമോഹങ്ങൾ സ്വന്തമെന്ന് ചൊല്ലി നാശകൂപത്തിൽ ചെന്ന് വധിക്കും. നിന്റെ നിത്യജീവന്റെ വിത്തിനുള്ളിൽ വിതച്ചതല്ലേ ഇന്നെൻ സ്വന്തം. യേശുവേ നീ മാത്രമെൻ സ്വന്തം. ഈ ലോകമോഹങ്ങൾ സ്വന്തമെന്ന് ചൊല്ലി നാശകൂപത്തിൽ ചെന്ന് വധിക്കും. നിന്റെ നിത്യജീവന്റെ വിത്തിനുള്ളിൽ വിതച്ചതല്ലേ ഇന്നെൻ്റെ സ്വന്തം. യേശു
മാത്രമെൻ സ്വന്തം. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. സ്വന്തമായിരുന്നവർ കൈവടിഞ്ഞാലും, സ്വന്തമായതെല്ലാം നഷ്ടമായാലും, സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്തവനല്ലേ നീ. നിന്റെ രക്തമല്ലേ എൻ സിരകളിലൂടെ ഓടുന്നത്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കും പുണ്യാഹരക്തം എന്നോട് സംസാരിക്കും. സ്വന്തമെന്ന് ചൊല്ലുവാനൊന്നുമില്ല, സ്വന്തമായിരുന്നവരോ ഇന്ന് ബന്ധുവായില്ല. യേശുവേ നീ എൻ സ്വന്തം, യേശുവേ നീ എൻ സ്വന്തം. താങ്ക് യു.